സ്പോട്ടിൽ ഞാൻ കാണുന്നുണ്ട് കുട്ടി തൂങ്ങിക്കിടപ്പാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, അതിന് ഗ്രില്ലുണ്ട്, അതിന് ഗ്രില്ല് നീക്കിയിട്ട് ഞാൻ എടുത്ത് കുട്ടീനെ ഇറങ്ങിയിട്ട് കുട്ടീനെ ഞാൻ വേറെ വിലയിട്ട് കുറച്ച് പഞ്ച് നോക്കിയില്ല. അപ്പം ഒന്നും കാണുന്നില്ല, വെള്ളം കുടിച്ചിട്ടില്ല, കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മേലേക്ക് വിട്ടു. കണ്ണൂർ കുറുമാത്തൂർ കൊക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ 2 മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണാണ് മരിച്ചത്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് എടുത്ത ആള് നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് എന്തായാലും സംഭവം ഉണ്ടായത്? സംഭവം ഞാൻ കുറുമാത്തൂർ ടൗണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഇവരെ ബന്ധു വീട്ടിലൊരാളെന്നെ കുട്ടി വന്നതാണ്. സ്പോട്ടിൽ ഞാൻ കാണുന്നുണ്ട് കുട്ടി തൂങ്ങിക്കിടപ്പാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, അതിന് ഗ്രില്ലുണ്ട്, അതിന് ഗ്രില്ല് നീക്കിയിട്ട് ഞാൻ എടുത്ത് കുട്ടീനെ ഇറങ്ങിയിട്ട് കുട്ടീനെ ഞാൻ വേറെ വിലയിട്ട് മേലേക്ക് കൊടുത്തു. ഈ പൊങ്ങിക്കിടക്കെന്ന് പറയുമ്പം അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാം. ഞാൻ കുറച്ച് പഞ്ച് നോക്കിയില്ല, അപ്പം ഒന്നും കാണുന്നില്ല, വെള്ളം കുടിച്ചിട്ടില്ല, കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മേലേക്ക് വിട്ടു. മുറിവുകൾ പറ്റുന്നുണ്ടായിരുന്നു? മുറിവുകൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴത്തെ മുറിവ് കാണുന്ന നോക്കാൻ പറ്റിയില്ല, കാരണം കുട്ടി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വെള്ളം കുടിച്ചിട്ടില്ല കുട്ടി. നമ്മൾ ഇത് കുട്ടി വീണത് ഏത് സമയത്താണെന്നല്ലേ? ഒരു 9:30 ഉള്ളിലായിട്ട് വീണിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 9:15 വീണിട്ടുണ്ടാവും. ഒരു 9:30 ആകുമ്പോൾ അവിടെ എത്തി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ ഈ വീടും ടൗണായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഓടി പത്തിന് എത്തിയായിരുന്നു. നമ്മളിത് എടുക്കുമ്പോഴേക്കാണ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഉറപ്പിക്കാം. നേരെ ഇവര് സഹകരണ ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത്. ആദ്യം ഇവിടെ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അവിടുന്ന് സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് ഞാൻ അറിയുന്നില്ല, ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതാണ് സംഭവം. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇപ്പം ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞിട്ട് വന്നിനി, ഇവിടുന്ന് നേരെ കൂട്ടിപ്പോയിന്. പിന്നെ അറിഞ്ഞ് സഹകരണത്തിലേക്കാണ് പോയിന്നില്ല കണ്ടീഷൻ. വീട്ടുകാരെന്താ പറഞ്ഞിരുന്നത്? വീട്ടുകാരും ഒന്നും കണ്ടിട്ടില്ല, ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു? അങ്ങനെ എണ്ണ തേപ്പിക്കോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അത് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം കുഞ്ഞിനെ എണ്ണേൽപ്പിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കിണർന്ന് എടുത്തു കൊടുത്തു, അത്രയല്ലാണ്ട് വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തീരെ ചെറിയൊരു കുഞ്ഞായിരുന്നു, കിണറ്റിൽ വീണു, അബദ്ധത്തിൽ വീണതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കിണറ്റിൽ വീണ സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മളോട് കുഞ്ഞിനെ രക്ഷിച്ച നാസർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത്. ചെറിയ സമയത്തിനകത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി, പക്ഷേ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ മരണം സംഭവിച്ചു. ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ജിഷു ഗോവിന്ദൻ, മീഡിയ.